വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറേ, പാട്രിയോട്ട് ഇപ്പം എത്ര 200 കോടി കവിഞ്ഞോ? 200 കോടിയാണ്. ഇവിടെ എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു സംഭവം? ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴും അത് 50 കോടി 100 കോടി എന്നൊക്കെ പറയും. ഞാൻ മുമ്പേ ഞങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 100 കോടി 200 കോടി തട്ടിപ്പാണെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് പറയാൻ കാരണം തിയേറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് റിപ്പോർട്ട് എടുക്കണം. മറ്റ് വിറ്റുവരവ് വേറെ. ഒരു സിനിമ സാധാരണ തിയേറ്ററിൽ വന്ന് എത്ര പേര് കണ്ടു ആ ലിസ്റ്റ് വേണ്ടേ? തിയേറ്ററിൽ പലതും ആദ്യത്തെ ദിവസം തന്നെ പ്രേക്ഷകർ കുറവാണ്. പല തിയേറ്ററുകളിലും ഷോ മാറിക്കളിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ സിനിമയുടെ ക്വാളിറ്റി മോശമാണെന്ന് ഞാൻ പറയുന്നത്. ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ആ സിനിമ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള സിനിമയല്ല. പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രേക്ഷകരല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കമേഴ്ഷ്യൽ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ എന്താ? മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, കുഞ്ചാക്കോ ബോബൻ ഫാൻസ്, പകൽബാൽ ഫാൻസ്, ഇങ്ങനെ 4-5 ആർട്ടിസ്റ്റ് ഫാൻസ് ഉണ്ട്. ആ ഫാൻസുകാരെ എങ്കിലും തൃപ്തിപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ സിനിമയുടെ പോക്ക് എവിടേക്കാ? അപ്പം നമ്മൾ പറയാം ആ 200 കോടി 300 കോടിയൊക്കെ കവിഞ്ഞു എന്നുള്ളത്. അപ്പം ഫാൻസുകാർക്ക് പോലും വേണ്ടാത്തൊരു സിനിമയായി മാറിയില്ലേ? ന്യൂനപക്ഷം പറയും ഇത് ഹോളിവുഡ് സിനിമയെ വെല്ലുന്നതാണ്, ഇതൊരു പുതിയ തീമാണ്, ഇന്റർനാഷണൽ തീം. അതൊക്കെ ശരിയായിരിക്കാം, ഇന്റർനാഷണൽ തീം തന്നെ ആയിരിക്കാം. ഇവിടെ നമുക്ക് ഈ സിനിമയുമായിട്ട് എന്ത് ബന്ധം? നമ്മളിതെങ്ങനെ ആസ്വദിക്കണം? അതൊക്കെ അതിനപ്പുറം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, സിനിമയുടെ ആദ്യത്തെ ഷോ മുതൽ ഇവിടെ മോഹൻലാൽ ഫാൻസ് വിഘടിച്ചു നിൽക്കുകയാണ്. അവരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് അവർ പരസ്യമായി പറഞ്ഞു. ഇപ്പൊ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഈ സംഭവം ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ആന്റണി പെരുമ്പാവൂർ കൂടെ ഉണ്ടായില്ലേ? അപ്പൊ ചോദിക്കുക, എന്തിനാ ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടുത്തുന്നത്? മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ പ്ലസ് പോയിന്റുകൾ ഉണ്ടാക്കിയത് ആന്റണി പെരുമ്പാവൂരാണ്. ഞങ്ങള് മാധ്യമ പ്രവർത്തകർ നോക്കാം. ആന്റണി പെരുമ്പാവൂർ വരുന്നതിന് മുൻപ് മിക്കപേരും ഇവിടെ മോഹൻലാലിനെ പറ്റിക്കുകയായിരുന്നു. പല രീതിയിലും പറ്റിക്കുകയായിരുന്നു. ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് ഒരു അടക്കും ചിട്ടയും ഉണ്ടായിട്ടുള്ളത്. മോഹൻലാലിന്റെ നല്ല സിനിമകൾ പിടിച്ചു കൊടുക്കുന്നു. മോഹൻലാലിന്റെ സിനിമകൾ ഇത് മോഹൻലാലിന് ഗുണം ചെയ്യുമോ, സാമ്പത്തികമായിട്ടും അഭിനയത്തിനും ഗുണം ചെയ്യുമോ എന്നെല്ലാം നോക്കിയിരിക്കുന്നു അല്ലേ? മോഹൻലാലിന് വേണ്ടി മാത്രം ആശീർവാദ് സിനിമാസ് ഉണ്ടാക്കി. എടുത്ത സിനിമകൾ 1-2 സിനിമകൾ ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റിയില്ലേ? അങ്ങനെ കഥ കേൾക്കുന്ന കാര്യത്തിൽ, തിരക്കഥ വായിക്കുന്ന കാര്യത്തിൽ, ഇത് ലാലേട്ടന് പറ്റിയതാണോ എന്ന് ചിന്തിക്കുന്ന കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂർ എന്നും മുന്നിട്ട് നിന്നിരുന്നു. അതിന്റെ ഗുണവും ആ സിനിമകൾക്കുണ്ടായി, മോഹൻലാലിനുണ്ടായി, ആന്റണിക്കുണ്ടായി. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവരുടെ തന്നെ സിനിമകൾ പൊട്ടിയിട്ടില്ലേ, 8 നിലയിൽ പൊട്ടിയിട്ടില്ലേ എന്നുള്ളത്. അതൊക്കെ സംഭവിക്കാം. സിനിമയ്ക്ക് നമുക്ക് ഏത് സിനിമ ഓടും, ഏത് സിനിമ ഓടാതിരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമ നല്ലതാണോ, സിനിമ എടുത്ത് നന്നായിരിക്കുന്നു, അത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ ചോദ്യം ഇപ്പോൾ അവസാനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ആന്റണി പെരുമ്പാവൂർ അറിഞ്ഞുകൊണ്ടാണോ മോഹൻലാൽ ഈ റോള് സ്വീകരിച്ചത്, അതോ മുൻപ് പറഞ്ഞ കഥയിൽ നിന്ന് വ്യത്യാസമുണ്ടായിരുന്നോ? അത് ശരിയാണല്ലോ. ഞങ്ങൾക്കും കിട്ടിയ റിപ്പോർട്ടിങ് അങ്ങനെയായിരുന്നു. ഈ സിനിമയിലെ നായകൻ മോഹൻലാൽ ആണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോഴാണ് നായകൻ മോഹൻലാൽ അല്ല എന്ന് മനസ്സിലായത്. നായകനാവണമെന്നില്ല. ഇടക്കാലത്ത് വെച്ച്, അതായത് സിനിമ തുടങ്ങി 2 മണിക്കൂറിന് ശേഷമാണ് മോഹൻലാലിന്റെ കഥാപാത്രം വരുന്നത്. അത് സിനിമ അവസാനിക്കുന്ന അരമണിക്കൂർ മുമ്പ് മോഹൻലാൽ കൊല്ലപ്പെടുകയും ചെയ്തു. മാത്രമല്ല, അതിൽ വേറെ ഫാൻസുകാർ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയ വേറെ കാര്യമുണ്ട്. ലാലേട്ടന്റെ കാല് മുറിച്ച് കളഞ്ഞിരിക്കുക, ഒരു കാല്. അപ്പോ ആ കാല് വെച്ചിട്ട് ഡാൻസ് ചെയ്യാനോ ആക്ഷൻ ചെയ്യാനോ കൂടുതൽ പറ്റില്ല. കൂടുതൽ ഷൈൻ ചെയ്യാതിരിക്കാൻ, ലാലേട്ടനെ കൂടുതൽ ഷൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ റോള് കൊടുത്ത് ഒതുക്കിയത് എന്നും ഫാൻസുകാർ പറഞ്ഞു തുടങ്ങി. ആ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ആന്റണി പെരുമ്പാവൂർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ആന്റണി, നിങ്ങൾ ഈ സിനിമയുടെ സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ലേ? മോഹൻലാൽ പറഞ്ഞിട്ടാണോ ഈ റോള് കൊടുത്തത്? ഇതൊരു വിധം ചതിയായി പോയി. ആ ചതി അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത് എന്ന് ചോദിക്കാൻ തോന്നുന്നു.